ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നു. വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ധാരാളം ചർച്ചകൾ ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. എന്നാൽ വിധി പരാമർശം പുറത്തു വന്നപ്പോൾ അതിലെ 205-ാം പേജിൽ പരാമർശിക്കുന്ന ഒരു ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ സജീവമായി നടക്കുകയാണ്. കോടതി പറയുന്നത് ഇങ്ങനെയാണ്: A protest aimed solely for the arrest of a person cannot be regarded as a protest in good taste. കന്യാസ്ത്രീകളുടെ വഞ്ചി സ്കോറിലും അതിനെ തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേ തുടർന്ന് നടന്ന സമരങ്ങളിലുമൊക്കെ ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് കോളച്ചൻ പുതുപ്പാറ തന്നെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ സമരത്തിൽ നിന്ന് പിന്മാറിയതെന്നും അതിന് പിന്നിലുള്ള ബാഹ്യശക്തികളെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശവുമൊക്കെ ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ഈ വിഷയം തന്നെയാണ് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രാഹാം ഇരുമിനിക്കൽ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് കോളച്ചൻ പുതുപ്പാറ, പൊതുപ്രവർത്തക ഡോക്ടർ മേരി റെജീന, സാമൂഹിക നിരീക്ഷകൻ ശ്രീ ആന്റണി സച്ചിൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചർച്ച ആരംഭിക്കുന്നത് KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രാഹത്തിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വഞ്ചി സ്കോറിൽ നടക്കുന്ന വലിയ സമരം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സാമൂഹ്യ നിരീക്ഷകർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകരൊക്കെ ഒത്തുചേരുന്ന ഒരു സമരം. ആ സമരത്തിൽ KCBC ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ KCBC പരാമർശം പോലും ആ കാലഘട്ടത്തിൽ വിവാദമായിരുന്നു. ഇങ്ങനൊരു സമരത്തെക്കുറിച്ചുള്ള ഒരു വിയോജിപ്പ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു കുറിപ്പ് അന്ന് KCBC ഇറക്കിയപ്പോൾ പോലും ആ നിലയ്ക്ക് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ കോടതിയുടെ വിധിയിൽ പോലും ആ സമരത്തെക്കുറിച്ചും അതിനെ തുടർന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചില സംശയങ്ങൾ പോലും കോടതി പോലും പ്രകടിപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങളെയൊക്കെ അങ്ങ് വിലയിരുത്തുന്നത്? ഈ സമരത്തിന് മുന്നിൽ എന്തെങ്കിലും ഗൂഢ താല്പര്യങ്ങൾ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒന്ന്, അതിനെക്കുറിച്ചുള്ള കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു. വിധിയുടെ പകർപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാണ്. അതേക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും പലരും അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ കേസ് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇപ്പോഴത്തെ ചോദ്യം, അത്തരം ഒരു വിധി, കോടതിയുടെ ന്യായവിധി വന്നതിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് ഇത്തരം മാധ്യമ വിധികളും അതേക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപകീർത്തികരമായി അതിൽ ആരോഗ്യവും ഇടപെട്ടിട്ടാണ് വിധി മാറ്റിയതെന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നുള്ളതാണ്. ഒന്ന്, ആ കേസിലുള്ള താല്പര്യം തീർച്ചയായിട്ടും അത് സാമൂഹിക മാധ്യമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിലക്കെടുക്കപ്പെട്ടതെന്ന് കരുതുന്ന ചില മാധ്യമങ്ങൾ കൊണ്ടും ഒക്കെ സൃഷ്ടിച്ച ഒരു പൊതുബോധമുണ്ട്. അതിൽ ഇന്നയാൾ ശിക്ഷിക്കപ്പെടണമെന്നൊരു വിധി കോടതിക്ക് മുമ്പ് തന്നെ പലരും തീരുമാനിച്ചു വെച്ചിരുന്നു. അതിലെ കുറ്റക്കാരനാരാണ്, ഏത് തരത്തിലുള്ള ശിക്ഷ അദ്ദേഹത്തിന് ഉണ്ടാവണം എന്നൊക്കെ. സത്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ, ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരിടത്തും ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ ശക്തികൾ നടത്തുന്നത്. ഈ ശക്തികൾ എന്ന് പറഞ്ഞാൽ തുടർന്ന് വന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മുൻ ന്യായാധിപന്റെ തന്നെ വിധി പ്രസ്താവങ്ങൾ, അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ കണ്ടു. അപ്പോ അദ്ദേഹം വിധി പറഞ്ഞതും ഒക്കെ ഇത്തരം സ്വാധീനങ്ങളിൽ പെട്ടിട്ടാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം എന്തുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കേസിലെ ഒരു കക്ഷിയോട് അല്ലെങ്കിൽ ഒരു ആളുകളുടെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത സമരക്കാരുടെ സമരപ്പന്തലിൽ ഇരിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും സഭയെ എതിർക്കുകയും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗം വളരെ ക്ലീനായ ഒരു മനുഷ്യനൊന്നും അല്ല അദ്ദേഹം. അപ്പൊ അത്തരം ഒരാൾ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വാദഗതി ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് പ്രസ്താവന കാണാനിടയായി. അതും ഈ സന്യാസിനികളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം കുർബാനയെ കുറിച്ച് കുമ്പസാരത്തെ കുറിച്ച്, അത് കുമ്പസാരമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, കൂട്ടിന്റെ അകത്ത് കയറി പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരം ഒരു പക്വതയുള്ള ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു വിശ്വാസിയിൽ നിന്നല്ല, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മോശം പ്രകടനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളോടൊക്കെ ഉള്ള
സഭയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ വിഷയത്തിലെന്നല്ല, ഏത് വിഷയത്തിലും കോടതിയുടെ ഒരു പരാമർശത്തെയും തെറ്റായിട്ട് പറയാനോ അല്ലെങ്കിൽ കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടാനോ സഭ പ്രഷർ ചെലുത്താനോ ഒന്നും ഒരു വിധത്തിലും ഇടപെട്ടിട്ടില്ല. ഒരു കാര്യത്തിലും സഭാ പ്രതിരോധത്തിലാകുമെന്ന് തോന്നുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രത്യേക കേസ് ഇപ്പൊ പറയുന്ന ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കിയ കേസിന്റെ നടപടിയുടെ കാലം അത്രയും കാത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ കൃത്യമായ ഒരു വിധി ഉണ്ടാവുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും അതിനുശേഷമാണ് ആ കോടതി വിധി അംഗീകരിക്കുക. അതിനെപ്പറ്റി നമ്മൾ പടക്കം പൊട്ടിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ആഘോഷ പ്രകടനങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. കോടതി അങ്ങനെ ചെയ്തിട്ടുമില്ല. അതെ അതെ, തീർച്ചയായും. അങ്ങനെയെങ്കിൽ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിക്കോട്ടെ. അതായത് ഈ കോടതി നിരീക്ഷിക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു സമരത്തെ പോലും മറ്റൊരർത്ഥത്തിൽ കോടതിക്ക് പോലും ബോധ്യമാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് KCBCയും ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുകയും ഉണ്ടായിട്ടുണ്ട് ആ സമരത്തെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ വഞ്ചി സ്കോറിൽ നടന്ന ആ ഒരു സമരമാണ് ഇതിനൊരു മാധ്യമത്തിന് വലിയ പരിവേഷം ലഭിക്കുന്നു, പൊതുപ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നത്. ആ ഒരു പ്രത്യേക സമരം അത് നേതൃത്വം കൊടുത്തതിലൊക്കെ ചില സംശയങ്ങൾ അങ്ങേക്കുണ്ടോ? അങ്ങ് പറഞ്ഞത് അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാനത് പറഞ്ഞ സംശയം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിൽ പങ്കാളികളായ കുറ്റം ചെയ്തെന്നോ അല്ലെങ്കിൽ ദുർബലരെന്നോ ഒക്കെ കരുതുന്ന ആളുകളും അല്ലെങ്കിൽ ഇരയെന്നും വേട്ടക്കാരെന്നും ഒക്കെ സമൂഹം മാറി മാറി വിളിക്കുന്ന ആളുകളുണ്ട്. അത് കോടതിയുടെ മുന്നിൽ വന്നൊരു വിഷയമാണ്, ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത്. പക്ഷേ അത് രണ്ടു കൂട്ടരും സഭയ്ക്ക് സന്യാസിനികളെ ഒരിക്കലും സഭയ്ക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. സന്യാസിനികൾക്ക് അത്ര ഒരു വിഷമം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം സഭയ്ക്ക് തന്നെയാണ്. അത് സഭ എക്കാലത്തും ആ നിലപാടിൽ തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ വിഷയത്തിൽ പുറത്തു നിന്നുള്ള ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ വ്യക്തമാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് റോഡിൽ തന്നെ അവരത് അവതരിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണ് അവരുടെ ഇന്റൻഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജസ്റ്റിസ് കമാൽ പാഷയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം സമരപന്തലിൽ വന്നിട്ട് പറയുന്ന സന്യാസിനികളുടെ വിഷമത്തെ കുറിച്ചൊന്നുമല്ല. അദ്ദേഹത്തിന് അവിടെയും കുറ്റം പറയേണ്ടത് സഭയെ കുറിച്ചും കുദാശകളെ കുറിച്ചും കുർബാനയെ കുറിച്ചും കുമ്പസാരത്തെ കുറിച്ചുമാണ്. അപ്പോ അത്തരം ഒരു ഇന്റൻഷനിലാണ് ഈ വിഷയത്തെ അവർ ഏറ്റെടുത്തതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പോളച്ചൻ, അങ്ങയുടെ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങ് ഈ ഒരു സമരത്തിൽ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണം എന്ന ആശയത്തിൽ വഞ്ചി സ്കോറിൽ നടത്തിയ ആ സമരത്തിൽ അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് എന്നൊക്കെ പറയാൻ തക്കവണ്ണം അത് ഇടപെട്ടിരുന്ന വ്യക്തി കൂടിയാണ്. ഏത് ഘട്ടത്തിലാണ് അങ്ങ് ഈ സമരത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു കളർ മനസ്സിലാക്കിയപ്പോഴാണോ അങ്ങ് അതിൻ്റെ പ്രസംഗപീഠത്തിൽ നിന്ന് അങ്ങ് മാറിയത്? എങ്ങനെയായിരുന്നു അതിൻ്റെ കഥ? ഞാൻ ഈ സമരവുമായി ബന്ധപ്പെടുന്നത് ഇത് ആരംഭിച്ച അന്ന് മുതലേ ഈ സമരവുമായി ബന്ധപ്പെട്ടിരുന്നു. കർദിനാൾ ആലഞ്ചേരിക്കെതിരായിട്ടുള്ള ഭൂമി കച്ചവടവുമായി സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടായതിനു ശേഷം ഞാൻ അതിൽ ആലഞ്ചേരി പിതാവിനെതിരായിട്ട് ആദ്യമായിട്ട് കേസ് കൊടുത്തയാളാണ്. ആ കേസ് കൊടുത്ത് അതിനുശേഷമാണ് AMT എന്ന സംഘടന ഈ രംഗത്തേക്ക് വന്നത്. ഈ ആലഞ്ചേരി പിതാവ് ഈ കേസുമായിട്ട് വന്നു അദ്ദേഹം രാജിവെക്കാതെ വന്നപ്പോ പിന്നെ വന്ന കേസാണ് ഈ ഫ്രാങ്കോയുടെ കേസ്. അപ്പോൾ ഈ ഫ്രാങ്കോയുടെ കേസിൽ കന്യാസ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ട് വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ AMT എന്ന് പറയുന്ന വൈദികരുണ്ടാക്കിയ ആ സംഘടനയും അതുപോലെ കത്തോലിക്ക സഭയിലെ നവീകരണ പ്രസ്ഥാനങ്ങളുമാണ് ഈ സമരത്തിന് ആരംഭം കുറിച്ചത്. അപ്പൊ ഞാൻ ഇതിനകത്ത് കാത്തലിക് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഒരു നവീകരണ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ പല ഭാഗത്തു നിന്നുള്ള KCRM പോലുള്ള സംഘടനകള്, നവീകരണ സംഘടനകള്, എറണാകുളത്തുള്ള ഫെലിക്സ് പുല്ലൂടന്റെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ, ഇങ്ങനെ വിരലെണ്ണാവുന്ന ആളുകൾ. ഞങ്ങളൊക്കെ ഓരോ സമരപരിപാടികളായിട്ട് വരുമ്പോ 8, 10, 20 ആളുകളൊക്കെയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു 10-20 ആളുകൾ കൂടിയിട്ടാണ് ഈ സമരം ആരംഭിച്ചത്. ഒരു നിമിഷം ഈ സമരം ഏത് ഘട്ടത്തിലാണ് തുടരുക? അതായത് കന്യാസ്ത്രീകൾക്ക് അവരുടെ ആ ഒരു കോൺവെന്റ് സംവിധാനത്തിൽ അല്ലെങ്കിൽ സഭാ സംവിധാനത്തിൽ നീതി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണോ നിങ്ങൾ പൊതുജന മധ്യത്തിൽ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ഒരു ചർച്ചയാക്കി മാറ്റി മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഇത് മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത് നീതി നടപ്പാക്കി അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യം തുടങ്ങിയ സമയത്ത്? യെസ്, ഞങ്ങൾ ആരംഭിച്ചത് ഇവിടെ പോലീസിൽ നിന്നും ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. കാരണം
ഈ കന്യാസ്ത്രീ ബലാത്സംഗ വിധേയയായാൽ നടപടിയെടുക്കേണ്ടത് പോലീസല്ലേ? ഫ്രാങ്കോയ്ക്കെതിരായിട്ട് കേസെടുക്കേണ്ടത് പോലീസാണ്. ഇവിടെ വാസ്തവത്തിൽ പോലീസിനെതിരായിട്ടാണ്, പോലീസ് നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യാഗ്രഹം ആരംഭിച്ചത്. അവിടെ രണ്ടുപേരാണ് നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. സിസ്റ്റേഴ്സ് നിരാഹാരം നടത്തിയില്ല. അവിടെ ആദ്യ ദിവസം സമരപന്തലിലേക്ക് വന്നു. പിന്നെ അവര് അവിടെ സമരപന്തലിൽ പകൽ സമയത്ത് അവിടെ ഇരുന്നു. ഒരു നിമിഷം ഒന്ന് വിചാരിക്കരുത്, ഇടപെടുകയാണ്. ഇവിടെ ഈ സമരത്തിൽ ആദ്യം വന്നത് നിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയാണോ കന്യാസ്ത്രീകളാണോ ആദ്യം ഈ സമരപന്തലിൽ വരിക? നിങ്ങൾ തുടങ്ങുന്നു, കന്യാസ്ത്രീകളെ നിങ്ങൾ ക്ഷണിക്കുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല, ഞങ്ങളുടെ ഈ സംഘടനകള് അത് ഈ ഫാദർ വട്ടോലിയച്ഛനാണ് ഇതിന്റെ ഈ പ്രശ്നവുമായിട്ട് വന്നതും ഇതിന്റെ ഒരു ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ധരിപ്പിച്ച് ഇവിടെ ഫെലിക്സ് പുല്ലൂടന്റെ ഈ സംഘടനയും ഞങ്ങളുടെയൊക്കെ സംഘടനകളുമായിട്ട് യോജിപ്പിച്ച് വട്ടോലിയച്ഛനാണ് വാസ്തവത്തിൽ ഇതിനെ നേതൃത്വം കൊടുത്തത്. സിസ്റ്റേഴ്സും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടല്ല. പക്ഷെ ഈ സത്യാഗ്രഹം ആരംഭിച്ചതോട് കൂടിയിട്ട് സത്യാഗ്രഹം തുടങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സമ്മേളന പന്തലിലേക്ക് പിന്നെ ജനം ഇങ്ങ് ഒഴുകി വരാൻ തുടങ്ങി. അവിടെ വരാൻ തുടങ്ങിയത് ഈ പറയുന്ന സുഡാപ്പികളും മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും. അത് ഏത് ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് പോളച്ചൻ വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്ന കുറെ പ്രസ്ഥാനങ്ങൾ അവിടെയുണ്ട്, സിസ്റ്റേഴ്സും വരുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഈ ദിവസങ്ങളിലെല്ലാം ഈ സമരപന്തലിൽ ഉണ്ടായിരുന്നോ? സിസ്റ്റേഴ്സ് വന്നതോട് കൂടിയിട്ടാണ് ഈ സമരപന്തലിലേക്ക് ഈ കെമാൽ പാഷയും അതുപോലെ ഈ മുസ്ലിം സംഘടനകൾ, യുക്തിവാദി സംഘടനകൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാ ഇവര് വരാൻ തുടങ്ങിയത്. ഇവര് വന്നതോടുകൂടി സമരത്തിന്റെ രൂപം മാറി. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സമരത്തിന്റെ നേതൃത്വം തന്നെ ഹൈജാക്ക് ചെയ്തു. ഇവരെ ഫെലിക്സ് പുല്ലൂടിനെയോ അല്ലെങ്കിൽ വട്ടോലിയച്ഛനെയോടെയോ മാറ്റിയില്ല. പക്ഷെ സ്റ്റേജ് കൺട്രോൾ എല്ലാം അവിടെ നക്സലൈറ്റുകളായിട്ടുള്ള, എനിക്കറിയാവുന്ന ഹൈക്കോടതിയിലെ നക്സലൈറ്റ് ആയിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു അഡ്വക്കേറ്റ് അവിടെ സ്റ്റേജ് കൺട്രോൾ ഏറ്റെടുത്തു. അതുപോലെ അപ്പോഴാണ് ഇതിന്റെ ഈ മാനങ്ങൾ അങ്ങ് മാറുന്നത്. മുസ്ലിം തട്ടമിട്ട സ്ത്രീകൾ വരുന്നു, കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ വരുന്നു. അപ്പൊ ഇവര് നിയന്ത്രണം. അപ്പോ ഞങ്ങൾക്ക് സന്തോഷമാണ്, കാരണം ഇത് വലിയ ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് വരുന്നല്ലോ. പക്ഷേ നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഒരു മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ ആ ഒരു പിന്തുണ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള സാമാന്യ ബോധ്യം അന്ന് ഇല്ലാതെ പോയോ? അതോ അവരും വന്നോട്ടെ, ആളുകൾ കൂടിക്കോട്ടെ എന്ന ആ ഒരു ആശ്വാസമായിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരം വിജയിക്കണമെന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ വരുമ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. കാരണം വലിയ പബ്ലിസിറ്റി കിട്ടുന്നു, ആളുകൾ ഒത്തിരി വരുന്നു. സ്വാഭാവികമായിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും കേസ് അന്വേഷിക്കാനും പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടാകും, ഭരണകൂടത്തിന്റെ മേൽ സമ്മർദ്ദമുണ്ടാകും. സ്വാഭാവികമായിട്ട് ആ സമ്മർദ്ദം ഉണ്ടായി ഫ്രാങ്കോ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ അപ്പൊ ആ ഘട്ടത്തിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്തോഷമാണ്. പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന വർക്കിനെ പറ്റി ഞാനൊന്നും അന്ന് ബോധവാനല്ല. ഏത് ഘട്ടത്തിലാണ് അങ്ങേക്ക് ഇത് മനസ്സിലായത്? ഇത് മനസ്സിലായത് ഈ ഫ്രാങ്കോ പിതാവിന്റെ ഈ സമരം കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും തുടങ്ങുന്നതാണ് സിസ്റ്റർ ലൂസിയുടെ സമരം. സിസ്റ്റർ ലൂസിയുടെ സമരത്തിന്റെയും മുൻപന്തിയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ സിസ്റ്റേഴ്സിന്റെ ജനറലൈറ്റിന്റെ മുമ്പിൽ അവിടെ പോയി ഒരു കൽപ്പന കത്തിക്കുകയൊക്കെ ചെയ്ത് പ്രസംഗിച്ച ആളാണ് ഞാന്. പക്ഷേ ഇത് കഴിഞ്ഞ് വഞ്ചി സ്ക്വയറിൽ സമരം വീണ്ടും സിസ്റ്റർ ലൂസിയുടെ മീറ്റിംഗ്, അതിനകത്ത് എന്നെ ഒരു പ്രാസംഗികനായി നിശ്ചയിച്ചിരുന്നു. ഈ സമയം വന്നപ്പോഴേക്കും ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ ബന്ധപ്പെടലുകളും അവരുടെ ഇതിനകത്തൊരു ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് സംശയിക്കുന്നത് ഏത് ഘട്ടത്തിൽ അങ്ങനെ സംശയിക്കുക? അത് ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ സാന്നിധ്യമാണോ, അതോ അവരുടെ നിലപാടുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളിലുള്ള ആശങ്കയാണോ? ഏത് ഘട്ടത്തിലാണ് അങ്ങേക്ക് അത് മനസ്സിലായത്? ഘട്ടത്തില്, അതായത് ഇവരുടെ പുറകെ വരുന്ന ആളുകൾ ഈ മുസ്ലിം തീവ്രവാദികൾ വരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഭൂരിപക്ഷവും അവരെ അല്ലാണ്ട് കാത്തലിക്സ് അല്ല, ഈ സുഡാപ്പികളും മാവോയിസ്റ്റുകളുമായിട്ടുള്ള ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ മീറ്റിംഗിൽ സംസാരിക്കുന്നില്ല, ഇത് അപകടത്തിലേക്കാണ്, ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ എന്തോ അല്ലാത്ത ആളുകളിൽ പണം ഉണ്ടാക്കുകയോ ഇതിനകത്ത്
ഈ സഭയിലെ വിഷയത്തില് സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും കൂടി ഉണ്ടായത്. സിസ്റ്റർ ലൂസി ശമ്പളം പറ്റുന്ന ഒരു അധ്യാപികയാണ്. അവര് ഒരു സഭയുടെ അച്ചടക്കം, ഞാൻ വക്കീലാണ്, വക്കീൽ എന്ന നിലയിൽ ഞാൻ കോടതിയിൽ യൂണിഫോം ഇട്ട് പോയില്ലെങ്കിൽ കോടതിയിൽ എന്നെ കയറ്റുമോ? അപ്പോ ഇതുപോലെ ഈ സിസ്റ്റർ ലൂസി ഒരു അച്ചടക്കവും പാലിക്കാതെ ഇങ്ങനെ ഈ നൈറ്റി ഇട്ട് നടക്കുക, സഭയില് അവിടെ കോൺവെന്റിന്റെ, അപ്പൊ ആ ഒരു അഭിപ്രായ വ്യത്യാസവും. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് ശരിയായ പോക്കല്ല, സിസ്റ്റർ ലൂസിയുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുകയില്ല. എന്റെ ആ സംശയം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. കാരണം സിസ്റ്റർ ലൂസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ലൊരു പങ്ക് അവരെ വിട്ടുപോയി കഴിഞ്ഞു. ശരി, അത് ഏത് തരം ആളുകളാണ് വിട്ടുപോയത്? അങ്ങേപോലെ ഈ ഒരു മുന്നേറ്റത്തിൽ നന്മ എന്ന നിലയിൽ കണ്ടെത്തി വന്ന ആളുകളാണ് വിട്ടുപോയത്. തീർച്ചയായിട്ടും എന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ സിസ്റ്റർ ലൂസിയുടെ സമരത്തോടു കൂടി ഇവരിൽ നിന്നെല്ലാം അകന്നുപോയി. ശരി, ഈ ഫ്രാങ്കോയുടെ സമരത്തിനുണ്ടായിരുന്ന പലരും വിട്ടുപോയി. പിന്നെ വളരെ ന്യൂനപക്ഷ ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങളൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം. ഓക്കെ, ഏത് ഘട്ടത്തിലാണ് ഈ ജസ്റ്റിസ് കമാൽ പാഷ ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്, ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നത്? കാരണം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾക്കൊക്കെ, വളരെ നിന്ദ്യമായ പ്രസ്താവനകളൊക്കെ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതിന്റെ റോൾ എന്താണ്? ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? കമാൽ പാഷ ഈ ആലഞ്ചേരി പിതാവിന്റെ ഭൂമി വിൽപ്പന സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം അതിൽ നടപടി എടുക്കുകയും അദ്ദേഹത്തിന്റെ പരാമർശനം വളരെ അനുകൂലമായി, ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആലഞ്ചേരി എന്താ രാജാവാണെന്നൊക്കെ ചോദിച്ച് അതിനുശേഷം അധികം റിട്ടയർ ചെയ്തു. അധികം റിട്ടയർ ചെയ്തതിനു ശേഷം ആദ്യം വന്ന പരിപാടി ഈ സിസ്റ്റേഴ്സിന്റെ ഫ്രാങ്കോ ബിഷപ്പിനെതിരായ സമര പന്തലിലാണ്. ശരി, അപ്പൊ നിങ്ങൾ അങ്ങ് ഉൾപ്പെടുന്ന സംഘടന ഓൾറെഡി ആലഞ്ചേരി പിതാവിനെതിരെയുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടല്ലോ. ആ സമരത്തിലൊന്നും ഈ കമാൽ പാഷ വന്നിട്ടില്ല. ആ സമരത്തിന് കാരണം അന്ന് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റുകയില്ല. റിട്ടയർ ചെയ്ത നിമിഷം, റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം പരസ്യമായിട്ട് ഈ സമ്മേളന പന്തലിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം വന്നതോട് കൂടിയിട്ടാണ് ഈ ഇത്രയും വലിയ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ പിൻബലം ഈ സമരത്തിന് വന്നത്. ഇപ്പോഴും അദ്ദേഹം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ വേറെ ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജി ഇതുപോലെ ചാനലുകളിൽ നിന്ന് സംസാരിക്കുന്നുണ്ടോ? ഇതുപോലെ ഇവർക്കൊക്കെ എന്താണ് കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ? ഞാൻ അവിടെയാണ് ഷോക്കിംഗ് ആയത്. ഇവർക്ക് എന്താണ് ഈ സഭയുടെ കാര്യത്തിൽ അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങളോ അവരുടെ സ്ത്രീകളുടെ അടിമത്തം അവസാനിപ്പിക്കാനോ ഒന്നും ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഈ കമാൽ പാഷയ്ക്ക് എന്താ കാര്യം? ഈ മുസ്ലിം തീവ്രവാദി. ശരി, അങ്ങനെയെങ്കിൽ ഒരു സംശയം കൂടെ, ഇതിന്റെ ഫണ്ടിങ് പോലും ഈ ദിവസങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു, നമുക്കറിയാം വഞ്ചി സ്ക്വയറിൽ ഇത്രയും ക്യാമ്പയിൻ, അവരുടെ പോസ്റ്ററുകളും അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പണം ഒഴുകിയിട്ടുണ്ട് ഈ വഞ്ചി സ്ക്വയർ സമരത്തിൽ എന്നുള്ള നിസ്സംശയം പറയാം. കാരണം പലരും അവിടെ പ്രസംഗിച്ചിരുന്നത് തന്നെ കുറെ നാണയത്തൊട്ടുകൾക്ക് വേണ്ടി പ്രസംഗിച്ചിരുന്ന പല ബുദ്ധിജീവികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു സമരം നടത്തുന്ന സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേ. പക്ഷെ അത് എങ്ങനെ അന്വേഷിക്കാൻ? ഇതിപ്പോ ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, ഇവരുടെ ഫണ്ടിങ് ഉണ്ട്, ഈ കാര്യങ്ങളിലെല്ലാം ഇവരുടെ മീഡിയകള് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ വിശ്വാസികൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു, ജനത്തിന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ്? ഇതിപ്പോ ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അതെങ്കിൽ സഭ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ? ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും എനിക്ക് മനസ്സിലായി. ആ തരത്തിലൊരു അന്വേഷണങ്ങൾക്കൊന്നും പരിമിതികൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. പരിമിതികളുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള സമരം, ജസ്റ്റിസ് സിസ്റ്റർ ലൂസിക്ക് അനുകൂലമായിട്ടുള്ള സമരം, ഈ സേവ് അവർ സിസ്റ്റേഴ്സ് എന്നുള്ള സമരം, ഈ സമരങ്ങളിലൊക്കെ അങ്ങ് പങ്കെടുത്തു. ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇത് പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്ന്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഞാൻ ഭാഗമല്ല. ഞാൻ സത്യസന്ധമായി കാര്യങ്ങളിൽ, അതായത് ഞാൻ അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ്. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ട്രൂത്തിനെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആലഞ്ചേരി പിതാവിനെതിരായ ഭൂമി കച്ചവടത്തിൽ ഞാൻ എന്റെ തെളിവുകൾ കണ്ട് ഞെട്ടിപ്പോയി. ആ ആലഞ്ചേരി പിതാവ് ഇതിനകത്ത് ഇന്നസെന്റ് ആണെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക്
വലിയ ലാഭമാണ് ഭൂമി കച്ചവടത്തിൽ ഉണ്ടായത്, ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അത് ഇന്നസെന്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട നിമിഷം എന്റെ മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞയാളാണ്. എനിക്കിപ്പോ ഫ്രാങ്കോ കേസിലെ വിധി വന്നപ്പോഴും ഇതേ അനുഭവമാണ്. ആ വിധിയിൽ പറയുന്നത്, അതായത് ഇതിനകത്ത് ഇര എന്ന് പറയുന്ന ഇരയുടെ മൊഴികൾ വളരെ അവിശ്വസനീയമാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മീര റെജീന, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ഈ ഒരു സമരപന്തലിൽ അങ്ങ് പോയിട്ടുണ്ട്. വഞ്ചി സ്ക്വയറിൽ, മറൈൻ ഡ്രൈവിൽ ഈ സമരപന്തലിൽ പോയിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഡോക്ടർ മേരി റെജീന ഈ ഒരു സമരത്തെ ഉൾക്കൊള്ളുന്നത്? സമരത്തിന്റെ വിധിക്ക് ശേഷം ഇപ്പോൾ പോലും ഈ സമര നേതൃത്വം കൊടുത്ത ചില ആളുകൾ സിസ്റ്ററിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് കത്തുകൾ എഴുതുന്നു. ആ ഒരു ഐക്യദാർഢ്യം മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഒരു നല്ല കോസ് എന്ന നിലയിൽ തുടങ്ങിയ ഒരു സമരം അത് മറ്റു തലത്തിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അങ്ങനെയാണോ കാണുന്നത്? അതോ ഈ ഒരു സമരത്തിന്റെ ആസൂത്രണത്തിൽ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഡോക്ടർ മേരി റെജീനയ്ക്കുണ്ടോ ഈ സമരം നടത്തിയ രീതിയിലോ ഇത് മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളിലോ ഒക്കെ? ഒരു ചാനൽ ചർച്ച അന്ന് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ പോകുന്ന വഴിക്ക് സമരപ്പന്തലിൽ നിന്ന് അവരെ അനുകൂലിക്കുന്നവരെ ആ വണ്ടിയിലേക്ക് കയറ്റാൻ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും തിരിച്ചവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്താണ്. അപ്പൊ ആ ഒരു ഹാഫ് ഡേക്കുള്ളിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്താണ് വഞ്ചി സ്ക്വയറിൽ നടന്നത്, ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഞാൻ കണ്ടത് ഞാൻ പറയാം. ഒന്ന്, വഞ്ചി സ്ക്വയറിലെ സിസ്റ്റേഴ്സിനോടൊപ്പം കണ്ടത് കൂടുതലും പർദ്ദയും തട്ടവും ഒക്കെ ധരിച്ച സഹോദരിമാരെ ആയിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം ഒരു പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക്, തട്ടം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക്, സ്വന്തം ആരാധനാലയങ്ങളിൽ ചിലപ്പോഴെങ്കിലും പ്രവേശനം നിഷേധിക്കപ്പെടുന്നവർക്ക് ഒക്കെ ഉള്ളവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സിസ്റ്റർമാരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരവിടെ ഉണ്ടായിരുന്നു. അവരുടെ ചില പ്രത്യേക സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പ്ലക്കാർഡുകൾ പിടിച്ച് അവിടെ ഉണ്ടായിരുന്നു. എൽപി സ്കൂളിലും യു പി സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ. പീഡനം എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകളൊക്കെയാണ് ആ പക്ഷെ അവരെ പ്ലക്കാർഡുകളിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുക്കേണ്ട ഗൗരവമായ കാര്യങ്ങളാണ്. ഈ കുട്ടികളെ വെയിലത്ത് നിർത്തിയിട്ട് പീഡകനെന്നോ അങ്ങനത്തെ എന്നുവെച്ചാൽ ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഒരു പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കണമെന്നാണ്. എത്ര അപകടകരമായിട്ടാണ് നാട്ടിലെ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും ഒരു വിഷയത്തിന്റെ പേരും പറഞ്ഞ് വിഷം കുത്തി നിൽക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്നത്. കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ, കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. മറ്റൊരു മതത്തെ കുറിച്ച് മറൈൻ ഡ്രൈവിലേക്ക് ടൂർ പോവുകയാണെന്ന് പറഞ്ഞായിരിക്കും പക്ഷെ അവരെ കടല് കാണിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. തീർച്ചയായും അവരോടൊപ്പം ആ പന്തലിൽ ഉണ്ടായിരുന്നത് സഭയുടെ പൊതുധാരയിൽ നിന്ന് ഇന്നും മാറി നടക്കുന്ന, ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു, സഭയുടെ പൊതുധാരയിൽ നിന്ന് ഇന്നും മാറി സഞ്ചരിക്കുന്ന ചില സഭാ മക്കളെയും, അത് വൈദികരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, അൽമായരായിക്കൊള്ളട്ടെ, അവരെയും കത്തോലിക്കരെ ഞാൻ അവിടെ കണ്ടു. രണ്ടാമത് ഞാൻ കണ്ടത് അവിടെ ഉണ്ടായിരുന്ന മുദ്രാവാക്യങ്ങൾ നിറഞ്ഞ ബോർഡുകളാണ്. ആ ബോർഡുകളുടെ അടിയിൽ അത് എഴുതിയവരെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പേരുകളായിരുന്നു. ഞാൻ ആ പേരുകൾ പറയുന്നില്ല, കാരണം ആ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ട്. പിന്നെ എന്റെ ഒപ്പം സഞ്ചരിക്കുകയും ആ ചാനൽ ചർച്ചകളിൽ സിസ്റ്റർമാരെ വളരെ ശക്തിയുക്തം, അന്നത്തെ ചാനൽ ചർച്ചകളൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തവർ സഭയെക്കുറിച്ചോ സഭാ സംവിധാനങ്ങളെ കുറിച്ചോ ഒന്നും അറിയാത്ത കത്തോലിക്കർ തന്നെയായിരുന്നു. അവർക്ക് എനിക്ക് തോന്നിയത് എപ്പോഴൊക്കെയോ അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നീങ്ങാത്ത സഭാ സംവിധാനങ്ങളോടുള്ള അടങ്ങാത്ത വൈരാഗ്യവും പകയും അവര് ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. ഒരു അര ദിവസം ഞാൻ ഒരു മിനിറ്റ് പോലും അവർ അതിൽ നിന്ന് ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അപ്പൊ മുറിവേറ്റപ്പെട്ട കുറെ ആളുകൾ അതിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ പ്ലക്കാർഡുകളുടെ മുദ്രാവാക്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിതിൻ തന്നെ ഇവിടെ പറഞ്ഞു. അവിടെ നടക്കുന്ന സമരത്തെക്കാൾ ഉപരി കത്തോലിക്ക സഭയ്ക്കെതിരെയും കൂദാശകൾക്കെതിരെയും കാനോനിക നിയമങ്ങൾക്കെതിരെയും കത്തോലിക്ക സഭയുടെ സ്വത്തുവകകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ടച്ച് ആക്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ വളരെ അവഹേളനപരമായ ഭാഷയിലും ഉള്ള മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഞാൻ അവിടെ കണ്ടു.
എനിക്ക് കിട്ടിയ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, വീണ് കിട്ടിയ ഒരു അവസരം നന്നായി ഉപയോഗിച്ച് കത്തോലിക്ക സഭയെ നശിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ അജണ്ട അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇതെന്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ്. ഞാൻ അവിടെ പോയതും അവരോട് സംസാരിച്ചതും അവരോടൊപ്പം ചിലവഴിച്ച മണിക്കൂറുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും ആണ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ ആന്റണി സച്ചിൻ, അങ്ങ് എറണാകുളത്ത് തന്നെ താമസിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. ഇവിടെ ഡോക്ടർ മേരി റെജീന പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ, അതായത് വീണ് കിട്ടിയ ഒരു അവസരം അവിടെ ചില ശക്തികൾ അത് മുതലാക്കുകയായിരുന്നു. പക്ഷേ ഒരു നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സമരം ഉണ്ടാകുന്നു, ഒരു സിസ്റ്ററിന് അങ്ങനെ ഒരു ആശങ്കയുണ്ടാകുന്നു, അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ തുടങ്ങുന്നു. തീർച്ചയായിട്ടും ഈ സമരം നടത്തുന്ന ആളുകളെ നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തുന്നത് എത്രത്തോളം ശരിയാണ്? കാരണം അവരറിയുന്നില്ലല്ലോ, അവരുടെ ആരാണെങ്കിലും ആരുടെ പിന്തുണയും ഇവർക്ക് സ്വീകരിക്കുവാനും സാധിക്കുമല്ലോ. അപ്പോൾ ഈ സമരം നടത്തിയ ആളുകളെ ഈ ചർച്ചയിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ? എനിക്ക് സമരം നടത്തിയ ആളുകള് നമുക്ക് എടുത്തു പറയാവുന്ന നമുക്ക് സിസ്റ്റർ അനുപമയുടെ കൂടെയുള്ള മറ്റു സിസ്റ്റർമാരും അവരുടേതായിട്ടുള്ള അവർക്ക് കിട്ടിയ എന്താ പറയാ അവരുടെ പരാതിക്കാരിയായിട്ടുള്ള സിസ്റ്ററിനെ സഹായിക്കുക, അവർക്ക് നീതി കൊടുക്കുക എന്നുള്ള നല്ല ഉത്തമമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവര് ഈ പറയുന്ന വഞ്ചി സ്ക്വയറിൽ സമരത്തിനായിട്ട് ഇറങ്ങിയിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. കന്യാസ്ത്രീകളായിട്ടുള്ള സിസ്റ്റർമാർക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങള് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഈ പൊളിറ്റിക്കലി ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നത് അത്രത്തോളം പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ മുന്നിട്ട് ഇറങ്ങാത്തതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള മുൻപരിചയം കുറവാണ്. അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇതിനെ എങ്ങനെയൊക്കെ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളും പ്രത്യേകം അജണ്ടയോടുകൂടെയൊക്കെ വരുന്ന ആളുകൾ ഇഷ്ടംപോലെ പേരുണ്ടാവും. അപ്പൊ അവർക്ക് നോക്കുമ്പോഴത്തേക്കും അവര് കാണുന്നത് കന്യാസ്ത്രീകളാണ് ഇരിക്കുന്നത്. അപ്പോ കാലക്രമേണ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവരവരുടെ ആളുകൾ വരുന്നു, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വരുന്നു. അതിലെ സ്ത്രീകൾ വരുന്നു. ഈ നേരത്തെ മേരി റെജീന പറഞ്ഞ പോലെ തട്ടമിട്ട സ്ത്രീകളൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകളായിട്ടുള്ളവർക്ക് അവർ 5-6 പേരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും വളരെ ഒരു ശക്തിയും പിന്തുണയും ലഭിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനും അത് മറ്റൊരു തലത്തിലേക്ക് ആ കേസിനെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത് വരെ പിടിച്ചു നിൽക്കാനൊക്കെ ഒരു കരുത്ത് ഈ പറയുന്ന ആളുകളിലൂടെയാണ് അത് ലഭിക്കുന്നത്. പക്ഷേ ഇത് ഏതൊക്കെ രീതിയിൽ ഈ വന്നിരിക്കുന്ന ആളുകൾ ഇതിനെ കൊണ്ടുപോയി അത് ആരുടെ താല്പര്യത്തിനനുസരിച്ച് അത് കൊണ്ടുപോയെന്നുള്ളത് ഒരുപക്ഷെ ഈ പാവം പിടിച്ച കന്യാസ്ത്രീകളായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ പൊളിറ്റിക്കലി ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നവരല്ല. പക്ഷെ അവരുടെ ആ ഒരു ഇടപെടൽ ആ ഒരു വിഷയത്തിൽ മാത്രം തീരുന്നില്ല എന്നതും സംശയമാണ്. കാരണം പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം ഈ പറയുന്ന കന്യാസ്ത്രീകൾ തന്നെ ഒരു പ്രത്യേക ഒരു വളരെ അവിചാരിതമെന്നൊക്കെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു നാടകവും നടത്തിയത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരു പർട്ടിക്കുലർ വൈദികൻ വർഗീയമായി ചില പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നടത്തിയത് കൊണ്ട് ഞങ്ങൾ ആ കുർബാന പാതി വഴി ഉപേക്ഷിച്ച് പുറത്തുപോയി. വളരെ അവിചാരിതമായി ചാനലുകാർ അത് കാണുന്നു, വളരെ അവിചാരിതമായി അത് വാർത്ത വരുന്നു. അതേ തുടർന്ന് നമ്മുടെ ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നു. വർഗീയതയ്ക്കെതിരെയുള്ള കന്യാസ്ത്രീമാരുടെ ചെറുത്തുനിൽപ്പിന് പുഷ്പചക്രം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതൊരു അത്ര നിഷ്കളങ്കമാണോ? കാരണം ആ സംഭവം എത്രയോ ഫേക്ക് ആയിരുന്നുവെന്ന് ആ വൈദികൻ തന്നെ പറയാം. വൈദികൻ അങ്ങനെ പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. വളരെ 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 വസ്തുതാവിരുദ്ധമായ ഒരു സംഭവത്തെ എടുത്തുയർത്തിയാണ് അന്ന് ഈ കന്യാസ്ത്രീകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ മറ്റൊരു കൂട്ടം വൈദികരെ കൂടി അപമാനിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ആ നിലയ്ക്ക് കൂട്ടി വായിക്കുമ്പോൾ ശ്രീ സച്ചിൻ, തീർച്ചയായിട്ടും നമുക്കറിയാലോ, എപ്പോഴും ഇത് കോടതി വിചാരണകൾ നടക്കുന്ന സമയത്തെല്ലാം ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് ഫ്രാങ്കോ മുളയ്ക്കൽ കേസ് എപ്പോഴും നിർത്തിക്കാനായിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടാവും. കാരണം അങ്ങനെ വരുമ്പോഴാണ് അത് വാർത്തയാകുകയും ഏതെങ്കിലും രീതിയിൽ ഈ വിചാരണയില് വിധി പ്രസ്താവിക്കേണ്ട ജഡ്ജിനെ സ്വാധീനിക്കാൻ എന്തെങ്കിലും സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഒരു മലയാളിയായ ജഡ്ജി അത് നമ്മുടെ ഒരു വിചാരണ കോടതിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പത്രം വായിക്കുകയും
അതുപോലെ തന്നെ TV ചാനലുകൾക്ക് വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം ജഡ്ജിമാരായവർ. അപ്പൊ അവരെ പോലും ചിലപ്പോൾ ഇത്തരം വാർത്തകൾ സ്വാധീനിക്കാനൊക്കെ ആയിട്ട് സാധ്യത അവര് ഉപയോഗിക്കാൻ സാധ്യത ഉള്ളതാണ് ഇതെല്ലാം. അപ്പൊ അത് എപ്പോഴും കത്തിച്ചു നിർത്തുക എന്നുള്ളത് ഒരു അങ്ങനെ ഒരു ഇത് നമുക്കറിയാം. ഇത് 103 ദിവസത്തെ ഒരു വിചാരണയാണ് നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആ ദിവസങ്ങളെല്ലാം ഒരു അടച്ച മുറിയിലായിരിക്കാം ഇവര് നടന്നത്. മറ്റു മാധ്യമങ്ങൾക്ക് എന്തൊക്കെയാ നടക്കുന്നതെന്ന ഒരു ധാരണ ഉണ്ടാകത്തില്ല. പക്ഷെ ആ സമയത്തെല്ലാം സാധാരണ ജനങ്ങളുടെ ഇടയിലും ഇതൊരു കത്തിച്ചു നിർത്തുക എന്നുള്ള ഇതിന്റെ എന്താ പറയുക, ജനങ്ങളുടെ ഈ ശ്രദ്ധ എപ്പോഴും ഈ കേസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി, അതിലൂടെയാണ് കൂടുതൽ നീതി കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു ധാരണ പൊതുവെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ശ്രമിക്കുന്നതിന് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ ഇതിനൊരു ബുദ്ധി ഓതി കൊടുക്കുന്നത് മറ്റു പലരും ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഫാദർ എബ്രഹാം ഇരിമിനിക്കൽ, ഇവിടെ ഈ വിധി വന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന, ജോലി ചെയ്തിരുന്ന ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഒരു കമന്റ്, പ്രൈസ് ദ ലോർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കമന്റ് ചെയ്തത്. ശരിക്കും അതായത് ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് കത്തോലിക്ക സഭ ഇങ്ങനെ വിധികളെ നിർണ്ണയിക്കുകയും വിധികളെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന നിലയ്ക്കാണ് വരിക. അത് ഒത്തിരി ആളുകൾ ഏറ്റുപിടിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് ഔദ്യോഗികമായ ഒരു പ്രതികരണം നൽകേണ്ടതായിട്ടുണ്ടോ, അതോ ഇത്തരം പ്രതികരണങ്ങളൊക്കെ തള്ളിക്കളയുകയാണോ പൊതുവെ സഭ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ അതിനെക്കുറിച്ച് ഒരു കോടതി വിധി വരുന്നതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അത് സഭ നടത്തിയിട്ടുമില്ല. അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല. ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, അത്തരം കോടതി വിധികൾ സഭയ്ക്ക് അല്ലെങ്കിൽ സഭയെ പ്രതിക്കൂട്ടിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു വിധി ഉണ്ടാവുന്നില്ല എന്നതിൽ ചിലരൊക്കെ നിരാശരാകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതേസമയം ഇതിനു മുമ്പുണ്ടായ മറ്റൊരു സമാനമല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കേസിന്റെ വിധി, ഒരു കള്ളന്റെ സാക്ഷ്യത്തിന് സമൂഹ മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പലപ്പോഴും അത്. ഇവിടെയുള്ള കേരളത്തിലുള്ള മനുഷ്യരെല്ലാം മണ്ടന്മാരാണെന്നൊന്നും അതിനർത്ഥമില്ല. അതേക്കുറിച്ച് എല്ലാവരും വന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ആണ് അതിന്റെ സത്യം. ഇപ്പൊ 4 ബില്യൺ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിലെല്ലാവരും തീവ്ര സ്വരത്തിൽ, തീവ്ര സ്വഭാവത്തിൽ അവരവരുടെ ആശയങ്ങൾ പറയുന്നു നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിൽ വളരെ താല്പര്യമുള്ള ആളുകളുണ്ട്, തൽപര കക്ഷികൾ. ഈ കമാൽ പാഷ, ജസ്റ്റിസിനെ പോലെയൊക്കെയുള്ള, സൗദിയിൽ പോയാലും കേരളത്തിൽ വന്നാലും ഒരേപോലെ അസത്യം പറയാൻ വേണ്ടി തൽപരരായിട്ടും അതിനുവേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരുണ്ട്. അവരെ പോലെയുള്ള വളരെ അപൂർവം ചിലര് ഈ പൊതുമണ്ഡലത്തിലെ സ്വരം ഹൈജാക്ക് ചെയ്യും. നന്മ പറയുന്നവരും സത്യം പറയുന്നവരും ഒക്കെ വീട്ടിൽ അടങ്ങിയിരുന്ന് അവരവരുടെ ജോലി ചെയ്യും. അവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സഭയ്ക്കെതിരാണ് അല്ലെങ്കിൽ സത്യത്തിനെതിരാണ്. ഒന്നുമല്ല. നമ്മൾ ഇത് ഈ ചോദിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ പറയാം. നമ്മൾ ഈ കുറെ കാലമായിട്ട് പറയുന്ന ഒരു വാക്കാണ് പോസ്റ്റ് ട്രൂത്ത് ഇറ അല്ലെങ്കിൽ സത്യാനന്തര ലോകം. അത് കഴിഞ്ഞിട്ട് ട്രൂത്ത് ഡീകേ. സത്യം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ആ അഭിപ്രായത്തിന്റെ പേരിലാണ് എല്ലാവരും ന്യായവിധികൾ പറയുന്നത്. ഇപ്പൊ വിനുവിന് ന്യായവിധി പറയാനുള്ള അവകാശം വിനുവിനുണ്ട്. അത് സത്യമാണെന്ന് പക്ഷെ അദ്ദേഹം പറയും. എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ എന്റെ അഭിപ്രായവും ടീച്ചറുടെ അഭിപ്രായവും സച്ചിന്റെ അഭിപ്രായവും ഒക്കെ അതാണ് സത്യമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയും പിന്നെ അതിനെതിരെ പറയുന്നവരൊക്കെ അസത്യം പറയുന്നവരാണെന്ന് പ്രചരിപ്പിക്കാനുള്ള സാമ്പത്തികം, പ്രചരിപ്പിക്കുന്നതിനുള്ള ശൃംഖല, പ്രചരിപ്പിക്കുന്ന ആളുകളുടെ സംഘാടനം, ഇത്തരം അസത്യം പ്രചരിപ്പിക്കുന്നവരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവരൊരു ന്യൂനപക്ഷമാണ്. അത്തരം ന്യൂനപക്ഷങ്ങളെ സഭ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത്തരം ന്യൂനപക്ഷങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരാവശ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ഇത്തരം ചാനലുകളിലൂടെ ചോദിക്കുമ്പോൾ പറയാം എന്നുള്ളതല്ലാതെ പിന്നെ തീവ്ര സ്വരങ്ങൾക്കാണ് അല്ലെങ്കിൽ വിമത സ്വരങ്ങൾക്കാണ് അല്ലെങ്കിൽ ഒരു സത്യത്തിനെ എതിർക്കുന്ന, നന്മയെ ഉയർത്തി കാണിക്കുന്ന ഒരു സ്വരത്തിനാണ് പൊതുവെ സ്വീകാര്യത ലഭിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിൽ. അപ്പോഴും ഞാൻ പറയുന്നു, അതിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും അസത്യത്തിന്റെ വേണ്ടി അതിൽ പ്രിയം കണ്ടെത്തുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ അവരുടെ സ്വരം എപ്പോഴും സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നില്ല എന്നത് ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നമാണ്. ഉയർന്നു കേൾക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം അല്ലേ?
തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴെങ്കിലും ഒക്കെ സഭ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പണ്ട് ആയിരുന്നെങ്കിൽ ഇത്രയും പോലും ചർച്ചകൾക്കോ വന്നിരിക്കുമായിരുന്നില്ല. അതൊക്കെ അത് നടന്നു പോയിക്കോളും, സത്യം എല്ലാവർക്കും അറിയാമല്ലോ, സത്യമേ വിജയിക്കത്തുള്ളൂ, ഈ ഒരു ധാരണ. സത്യമേ വിജയിക്കൂ എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ആക്റ്റീവായും സർഗാത്മകമായും ഇത്തരം വർത്തമാനങ്ങളിലും സംവാദങ്ങളിലും നമ്മുടെ ആളുകൾ പങ്കുകാരാകുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയെന്നും തെറ്റെന്ന് പറയാൻ നമ്മൾ കുറച്ചുകൂടെ മെനക്കെട്ടിറങ്ങണം ഇന്നത്തെ കാലത്ത്. അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ വാസ്തവമാണ്. ഡോക്ടർ മേരി റെജീന, ഇവിടെ ഇങ്ങനൊരു പരാമർശം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കോടതി പോലും ആ ഒരു സമരത്തെക്കുറിച്ച് പറയുന്നു. തീർച്ചയായിട്ടും ഈ സമരത്തെക്കുറിച്ചൊരു ഗൗരവകരമായൊരു അന്വേഷണം അത് ഉണ്ടാകേണ്ടതാണോ? കാരണം ഇതിനകത്ത് പല ബാഹ്യശക്തികളും ഉണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ തന്നെ വളരെ തീവ്രമായ സംഘടനകൾ, എനിക്കൊന്ന് ഇതിന് ആദ്യമായിട്ട് തന്നെ ഈ ഒരു സമരത്തിന്, ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി ലെറ്റർ പാഡിൽ വരുന്ന കുറിപ്പ് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ്. ഇതിനെതിരെ ആദ്യമായിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീപക്ഷ സംഘടന എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ അരുമസന്തതിയായിട്ടുള്ള വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില ചരടുവലികളെ കുറിച്ചൊക്കെ അന്വേഷണം ഒരുപക്ഷെ ഗവൺമെന്റിന് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും തൽപര കക്ഷികൾക്ക് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് മുമ്പിലേക്ക് പോയി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് കൊണ്ടുവരേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? അതിന് ഇനി എന്തിനാണ് ഒരു അന്വേഷണത്തിന്റെ ആവശ്യം? നിതിൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ആരാണ് ഇതിൽ ആദ്യം പ്രതികരിക്കുന്നത്, അവരുടെ പ്രതികരണം എത്തരത്തിലുള്ളതാണ് എന്ന് സമൂഹം മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇനിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അടുത്ത അന്വേഷണ ലെവലിലേക്ക് അത് പോകേണ്ട, അത് വളരെ വളരെ വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സമൂഹം അതിന്റെ ഒരു ധാർമ്മിക അടിത്തറയിൽ നിന്ന് ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ശരിയും തെറ്റുമായി, ഇല്ലെങ്കിൽ ആരെങ്കിലും അധാർമികമായി വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ കാത് കേൾക്കേണ്ടത് എന്ന്, ഇല്ലെങ്കിൽ അതിനാണ് കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടത്, അതിന്റെ താഴെയാണ് കൂടുതൽ കമന്റുകൾ ഇടേണ്ടത് എന്ന് ആര് തീരുമാനിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ല വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മുടെ സമൂഹമാണ്. സത്യം എന്നും ജയിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ആളുകൾ, ഇത് കാണുന്നവർ, ഇത് ശ്രദ്ധിക്കുന്നവർ. പിന്നെ ഒരു ഇര എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടാൽ അത് പൂർണ്ണമായും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും അല്ല ഞാൻ. പക്ഷെ അതിന് ഉള്ള മറുവശങ്ങൾ, നിയമത്തിന്റെ പരിരക്ഷയുണ്ട്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഒരു വിധി വന്ന സമയത്ത് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ആരോപണം എന്താണ്? ഇരയ്ക്ക് നീതി ലഭിച്ചില്ല, ഇരയെ ഒറ്റപ്പെടുത്തി, അത് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ ഒരു സ്ത്രീ കൂടിയാണല്ലോ. ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഇര എന്ന വാക്കിന്റെ ഡെഫിനിഷനിലൊക്കെ തന്നെ കുറച്ചുകൂടെ പക്വതയൊക്കെ നമുക്ക് കാണിക്കേണ്ടി ഇരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? ഈ സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട്, നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് ആണ് 2013 ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ടും ഇന്ന് നിലനിൽക്കുന്ന ആക്ടും. അതിൽ വാക്കാലോ നോട്ടത്താലോ പ്രവൃത്തിയാലോ ഒക്കെ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവൃത്തി എന്നുള്ളതിനെയാണ് അത് സെക്ഷലി കളേർഡ് ആണെങ്കിൽ അത് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ വാക്കാലോ നോട്ടത്താലോ പ്രവൃത്തിയാലോ മറ്റൊരു പുരുഷന്റെ ഒരു പ്രയാസം തോന്നുന്ന സ്ത്രീയാണ് ഇര എന്ന് പറയുന്നത് എന്ന് പറയും. പക്ഷെ ആ സ്ത്രീക്ക് കാലാകാലങ്ങളായി സ്ത്രീകളെ അടിച്ചമർത്താൻ നോക്കിയിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് മുന്നോട്ടിറങ്ങി വന്ന് ഇത് പരാതിപ്പെടാൻ ധൈര്യം കൊടുക്കുന്ന നിയമങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത്. അപ്പൊ ആ നിയമത്തിന്റെ പിൻബലത്തിലാണ് ഇത്തരം പരാതികളെല്ലാം വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പരാതികൾ വരുമ്പോൾ അതിന് ഈ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞതുപോലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ പ്രൈമ ഫേഷ്യ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അത് കേൾക്കുന്ന വ്യക്തികൾക്ക്, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒക്കെ എനിക്കറിയില്ല, അതിൻ്റെതായ ഞാൻ നിയമവശം അറിയുന്ന ആളല്ല, നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പക്ഷെ അത് നമ്മൾ നിയമത്തിന്റെ മുന്നിൽ വന്നു കഴിയുമ്പോൾ അവിടെ നിയമമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും അവിടെ നിയമജ്ഞന്റെ മുന്നിൽ നെല്ലേത് പതിരേത് എന്നുള്ളത് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ വ്യക്തം. ശ്രീ ആന്റണി സച്ചിൻ,
ഇത്രയും നമുക്ക് ഇത്ര ചർച്ചയിൽ പങ്കെടുത്തതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ തന്നെ പറയുകയായിരുന്നു ഇതിന് മുന്നിലുള്ള ഗൂഢബന്ധങ്ങൾ. അങ്ങനെയെങ്കിൽ ശ്രീ ആന്റണി സച്ചിൻ, ഈ സമരത്തെ തുടർന്നുള്ള വിധിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില ക്യാമ്പയിനുകളിൽ പോലും, കാരണം അവർ കോടതിയിൽ പരാജയപ്പെട്ടു, അങ്ങനെയെങ്കിൽ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ കത്തോലിക്ക സഭ എന്നത് ഒരു ചോദ്യചിഹ്നമായി ഉയർത്തിക്കാട്ടുക, ഇനി അവർക്ക് കത്തെഴുതിക്കൊണ്ടും അവരെ ഈ ഒരു സമരത്തിന് വീണ്ടും അവരൊരു സമരത്തിലേക്ക് പോകുന്ന ഒരു സൂചനയും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് പോളച്ചൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പാർട്ട് 2 ആണോ ഇപ്പോൾ ആ വിധി വന്ന ദിവസം മുട്ട് ഇപ്പോൾ സംഭവിക്കുന്നത്? ഞാൻ വിധി വായിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ നോക്കുവാണെങ്കിൽ അവര് അതിന്റെ തെളിവുകളെല്ലാം വളരെ കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. കിട്ടാവുന്ന മെറ്റീരിയൽ എവിഡൻസുകള്, സാക്ഷികളെ വിസ്തരിക്കല് എല്ലാം തന്നെ പരിഗണിച്ചു. അതിന്റെ പുറത്താണ് ഈ വിധി വന്നിരിക്കുന്നത്. അപ്പോ അത് ആയതിനാൽ തന്നെ നമുക്ക് അവിടെ ഒരു ലോജിക്കലി അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ അത് പോയിരിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് ആ വിധി വായിച്ചതിന്റെ എന്റെ ഒരു അനുഭവം. അപ്പോ ഇത് ഇനി ഹയർ കോടതിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് നമുക്ക് സ്വാഭാവികമായിട്ടും കോടതി വിധി വരുമ്പോഴത്തേക്കും ആ വിധിയിലെ 2 ഭാഗങ്ങൾ എന്തായാലും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി എന്ന് പറഞ്ഞത് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനായി വിധിക്കുമെന്ന് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിന് വിപരീതമായ ഒരു വിധി വന്നപ്പോഴത്തേക്കും ഇതില് എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സഭ പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ്. കാരണം അപ്പോ ആൾക്കാരുടെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സില് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനാണ്, വിധി വരുന്നു, അപ്പോൾ സത്യം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവര് ചിന്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിധി വിപരീതമായി വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ഇമോഷണലി എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഈ വിഷമമുള്ള ആളുകൾ ശരിക്കും നോക്കേണ്ടത് ഈ വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതില് അവര് ഒരു ജഡ്ജി ലോജിക്കലി അത് കറക്റ്റ് ആയിട്ടാണോ അതിനെ നിരീക്ഷിച്ചിരിക്കുന്നത്, അതില് വളരെ ബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ വീണ്ടും ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില സെലിബ്രിറ്റീസ് എഴുതുന്ന ഫേസ്ബുക്ക് കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി, കാര്യം ആർക്കും ഒത്തിരി പേർക്കൊന്നും ഈ പറയുന്ന വിധി വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയോ, കാരണം 250ഓളം പേജുണ്ട്. അതും ഒരു ഈ വക്കീൽമാരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ സ്വാഭാവികമായിട്ടും അവര് ആശ്രയിക്കുന്നത് ഇതുപോലത്തെ മാധ്യമങ്ങള്, സെലിബ്രിറ്റികൾ എന്ത് പറയുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഇവിടെ കുറെ നാളുകളായിട്ട് ബിഷപ്പ് ഫ്രാങ്കോ കുറ്റക്കാരനാണെന്ന് തന്നെയാണ് എല്ലാവരും മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത്. അപ്പോ എല്ലാവരും വിധിയിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ വിധിനെ ഈ രീതിയിൽ വിധി വരാൻ വേണ്ടി പണം ഇറക്കിയിട്ടുണ്ടെന്നുള്ള ആ ഒരു തലത്തിലേക്ക് ഇമോഷണൽ ആയിട്ട് ഒരു ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ചിന്തിച്ചു പോവുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് എന്ത് കൊടുത്താലും, അത് ഇപ്പോ സെലിബ്രിറ്റികളോ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന എന്ത് വാർത്ത കൊടുത്താലും ആൾക്കാർ അത് വിശ്വസിക്കും. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഈ കേസ് അവസാനിക്കുന്നില്ലല്ലോ, അവർക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. അപ്പീൽ ഹൈക്കോടതിയിലേക്കാണ് പോകുന്നത്. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ആ കേസ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കുറെ കൂടി പ്രൊഫഷണൽ ഒരു തലത്തിലേക്കാണ് ഈ സാധനം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ അവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നേന്നെ നോക്കി പരിശോധിച്ചിട്ട് അവിടെ ഒരു വിധി അവിടെ കിട്ടും. അത് ഏത് രീതിയിലുള്ള വിധിയുമാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ഞാൻ പറയണേ, ഇപ്പൊ തോറ്റുപോയി എന്ന് അവർ വിചാരിച്ചാലും, നീതി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാലും, നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനും അവർ ചിന്തിക്കുന്ന പോലെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിധിക്ക് വേണ്ടി അവർക്ക് കാത്തിരിക്കാനും പറ്റും. അപ്പോ ഞാൻ പറയുന്നത് ഇത് ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിനെ അനുകൂലമാക്കാൻ വേണ്ടി ആയിരിക്കുമോ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും, എഴുത്തു ക്യാമ്പയിനുകളും അല്ലാത്ത ക്യാമ്പയിനുകളും ഒക്കെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരിക? സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റർമാർക്ക് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, ഇത്തരം കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായ പരിജ്ഞാനമൊന്നും ഇല്ല. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ആയിരിക്കാം ഈ പറയുന്ന ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ പലരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഇത് മുന്നോട്ട് പോട്ടെ,
നീതി കിട്ടട്ടെ. ആ ഒരു ആംഗിളിലാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ആംഗിൾ ആ നിലയ്ക്കാണെന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. ഫാദർ എബ്രഹാം, ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉയർത്തിക്കാട്ടുന്ന ഒരു ചർച്ച ഇങ്ങനെയാണ്: ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഈ സഭാ സമൂഹത്തിനുള്ളിൽ തന്നെ, സന്യാസ സമൂഹത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമമായി നടത്തേണ്ടിയിരുന്നതെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാദത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ആദ്യമേ തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും വിടവുണ്ടോ നിലവിൽ? അല്ല, ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ നമ്മളൊരു പൊതുസമൂഹത്തിൽ ഇരുന്ന് പൊതുവായ ഒരു ചർച്ചയാണെന്നൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് വ്യക്തിയും ഇവിടുത്തെ ഭരണഘടനയോടും ഇവിടുത്തെ നിയമവ്യവസ്ഥയോടുമാണ് ഒന്നാമതായിട്ട് ഉത്തരം പറയേണ്ടത്. അത്തരമുള്ള നിയമപരമായ ലംഘനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം അതിൽ ഇടപെടണം. പക്ഷെ നിതിൻ ചോദിച്ച രണ്ടാമത്തെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് കേവലം ഒരു സന്യാസത്തിന്റെയോ അല്ലെങ്കിൽ മതപരവും ആത്മീയമായ ഒരു വിഷയം മാത്രമാണെങ്കിൽ, ഒരു ആരാധനാപരമായ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സന്യാസ സഭയ്ക്കുള്ളിൽ, പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് സന്യാസ സമൂഹത്തിന്റെ നിയമങ്ങളും അതിന്റെ സംവിധാനങ്ങളും സന്യാസത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ജീവിതം തെരഞ്ഞെടുത്ത ഒരാൾ തീർച്ചയായിട്ടും അതിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പക്ഷെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് നിതിൻ ചോദിച്ചതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഒരു വ്യക്തി, ഒരു പൗരൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആർക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയോടാണ് കടപ്പാട്. വ്യക്തിക്ക് നിയമപരിരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്വം. ഡോക്ടർ മീര റെജീന, ഈ വിധിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇങ്ങനൊരു വിധി വന്നു കഴിഞ്ഞു, ഇനി ഇരകൾ മനസ്സ് തുറക്കാൻ വൈമുഖ്യം കാണിക്കും. കാരണം ഇത്രയധികം മനസ്സ് തുറന്ന് ഇത്രയധികം സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയുള്ള കേസിൽ പോലും സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ, വൈകാരികമായി IPS ഓഫീസർ ഹരി അദ്ദേഹം പറഞ്ഞതും ഈ നിലയ്ക്ക് തന്നെയുള്ള ഒരു കാര്യമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തക നിലയിൽ ഈ ഒരു ആരോപണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു വിധിയോടുകൂടി സ്ത്രീകളുടെ തുറന്നു പറച്ചിലിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മൂടി വെക്കുന്ന സാഹചര്യമൊക്കെ കൂടുമോ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാല്, ഈ ഒരു വിധി അതൊരു പർട്ടിക്കുലർ കേസിനുള്ള വിധിയാണ്. എന്നാൽ സ്ത്രീക്ക് അന്തസ്സായിട്ട് ജീവിക്കുവാൻ നമ്മുടെ ഭരണഘടന തരുന്ന ഒരു ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഓരോ സ്ത്രീയും മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അത് നിയമത്തിന്റെ വഴിയെ പോകണമെങ്കിൽ ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് ശാക്തീകരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ബോധവതികളാണ്, അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് സഹായിക്കാൻ ഭരണകൂടം തന്നെ മുന്നിട്ട് നിൽക്കുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഒരു തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ തന്നെ മുന്നോട്ട് വരുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ വിധിയും മറ്റൊരു സ്ത്രീയുടെ ഒരു കഥയുമായി ഒരു ബന്ധവുമില്ല. ഈ വിധി ഈ ഒരു കേസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതും തുടർ നടപടികൾക്ക് വിധേയമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സഭയുടെ ഉള്ളിൽ അച്ഛൻ പറഞ്ഞതിന് പിന്തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണ്, നിയമത്തിന് മുന്നിൽ വരേണ്ടത് നിയമത്തിന് മുന്നേ വരണം. എനിക്കെതിരെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞാൻ അത് ചെയ്യും. ഒരു അൽമായരായാലും സന്യസ്തരായാലും സ്ത്രീകൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് നിയമത്തിന് മുന്നിൽ വരേണ്ട ഒരു ആയിരുന്നോ? ഇതല്ല, ഏത് സംഭവമാണെങ്കിലും ഒരു പ്രശ്നം, ഒരു പരിഭവം, ഞാൻ അങ്ങനെ പറയാം, ഒരു പരിഭവം ഒരു സ്ത്രീക്ക് സഭയ്ക്കുള്ളിൽ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഒരു സഭാ നിയമങ്ങൾക്കൊരു സാവകാശമുണ്ട്. അത് എല്ലാ കേസിലും നമ്മൾ അത് പറയുന്നുണ്ട്. ആ സാവകാശം വളരെ നീണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം പ്രകോപിതരാകപ്പെടുന്ന സാഹചര്യവുമുണ്ട്. പക്ഷെ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ, സഭ പഠിപ്പിക്കുന്നത് പോലെ, ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് സ്ത്രീക്ക്, എല്ലാവരെയും കേൾക്കണം എന്ന പാപ്പ പഠിപ്പിക്കുന്നെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പരിഭവം ഉണ്ടായാൽ ഇവിടെ അത് കേൾക്കുവാനും അതിനി വീണ്ടും തുടർന്നും അങ്ങനെ തന്നെ സംഭവിക്കാതെ, ആ സാഹചര്യം തുടർന്നുണ്ടാകാതെ ആ സ്ത്രീയെ സംരക്ഷിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ, സഭാ സംവിധാനങ്ങൾ കുറച്ച് വീക്കാണ് എന്നാണ്
ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്തിയെങ്കിലും സഭയുടെ ഒരു സ്ത്രീക്ക്, ഒരു അൽമായ സ്ത്രീക്ക് എത്താൻ പറ്റാവുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളിലും, കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ, തൃശ്ശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ് ഞാൻ. അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പോഴും തോന്നുന്നു സഭാ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ശരി, ഫാദർ എബ്രഹാം, ഇതൊരു പോസിറ്റീവായ നിരീക്ഷണമായിട്ട് അങ്ങ് കാണുന്നു? തീർച്ചയായിട്ടും ടീച്ചർ അത് പറയുന്നത് തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ, കാരണം നമ്മളുടെ മാനുഷികമായ നമ്മുടെ ഇടപെടലുകളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാം എന്നുള്ളതും, നമ്മുടെ നിയമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലും മനുഷ്യർ പരസ്പരം ബന്ധപ്പെടുന്ന ഇടങ്ങളിലും തെറ്റിദ്ധാരണകൾ സംഭവിക്കാം എന്നുള്ളതും വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ ഇതൊരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, ഒരു മത സംവിധാനത്തിന്റെ സന്യാസ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, സന്യാസ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ പോകുന്നത് സന്യാസ നിയമങ്ങൾ തെരഞ്ഞെടുത്തും അതനുസരിച്ചുകൊണ്ടുമാണല്ലോ അവർ വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന അനുസരണം, അല്ലെങ്കിൽ ഇപ്പൊ സ്ഥലമാറ്റത്തെ കുറിച്ചുള്ള, ഇപ്പം നാളെ ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകണം, സ്ഥലം മാറ്റം എന്നുള്ളത് ആ ഒരു രൂപതയുടെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതൊരു ഭരണഘടനാപരമായ പ്രതിസന്ധിയോ ഇന്ത്യൻ പീനൽ കോഡിന്റെ ലംഘനമോ ഒന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത്. പക്ഷെ അത്തരം വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ച് സ്വാഭാവികമായിട്ടും സന്യാസത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച്, മതത്തിന്റെ ആത്മീയതയുടെ സ്വഭാവം അനുസരിച്ച് പെരുമാറാൻ സാധിക്കണം. ഇനി ആ കാര്യത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്, സഭാ നിയമങ്ങളുണ്ട്, ഏത് തരത്തിലാണ് നീതിയായിട്ട് അത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കത്തോലിക്ക സഭയിൽ ലോകത്തെ ഏതൊരു വ്യവസ്ഥിതിക്കും ഉള്ളതിനേക്കാൾ കൃത്യമായ വ്യക്തമായ നിയമങ്ങളുള്ള ഒരു സംവിധാനമാണ്. അക്കാര്യത്തിൽ അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പരാതിപ്പെടാനും, ഇനി അവിടെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു അനീതി സംഭവിച്ച ഒരു ഇടമാണെങ്കിൽ തീർച്ചയായിട്ടും സഭയുടെ നിയമങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചും ഒരു വ്യക്തിക്ക് നീങ്ങാവുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ അനീതി ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ എപ്പോഴും നമ്മൾ സന്നദ്ധരായിരിക്കണം. നമ്മൾ ആരും പരിപൂർണ മനുഷ്യരോ പരിപൂർണതയുള്ള സംവിധാനവും അല്ല. സഭയുടെ ആത്മീയതയ്ക്ക് മാത്രമേ അതുള്ളൂ, അതില്ലല്ലോ. വളരെ വളരെ കൃത്യമായ നിരീക്ഷണം, വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം ഫാദർ എബ്രഹാം ഇരുമേനിക്കൽ. അഡ്വക്കേറ്റ് പോൾ അച്ഛൻ പറ, ഈ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസിന്റെ അപ്പീലിന് പോകുന്ന ഒരു സമയമാകുന്നു. ഈ കേസിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ അപ്പീലിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണ്, നിയമം നന്നായി അറിയുന്ന വ്യക്തി കൂടിയാണ്. ഈ ഒരു കേസ് ഒരു അടുത്ത തലത്തിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പീലിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഈ വിധിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഈ കേസില് അപ്പീൽ ഇപ്പോ ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ അവർക്ക് പോകാം. പക്ഷെ ഞാൻ ഇതിന്റെ ജഡ്ജ്മെന്റ് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ കേസ് ഇനി ഒരു കോടതിയിലും പോയാൽ സ്വാഭാവികമായിട്ട് ഇപ്പോ കേസ് ജയിക്കില്ലെങ്കിൽ പോലും അതിന് അപ്പീൽ കൊടുക്കേണ്ടത് അവരുടെ ജോലിയാണ്. അപ്പോ അപ്പീൽ പോകും. പക്ഷെ ഇതിന് യാതൊരു തരുന്ന 99% ഈ കേസിന്റെ ഈ ലോവർ കോടതിയുടെ വിധി സസ്റ്റെയിൻ ചെയ്യാനാണ് സാധ്യത. വളരെ 1% പോലും വിജയ സാധ്യത സിസ്റ്റേഴ്സിന്റെ ഭാഗത്തിന് ഈ കേസിൽ ഉണ്ടാകില്ല. കാരണം അത്രയേറെ വൈരുദ്ധ്യങ്ങളാണ് ഇതിനകത്ത് ഈ ഇരയുടെ ഭാഗത്ത് നിന്ന് കേസിൽ സ്വന്തം ഫോണും ലാപ്ടോപ്പും എല്ലാം അക്രമിക്കാരന് കൊടുത്തുനിന്ന് ആ 280-ലധികം പേജ് വരുന്ന ആ ജഡ്ജ്മെന്റ് ഒന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് വായിച്ചാൽ ഇപ്പോൾ ഈ ചാനലുകളിലൊക്കെ ഇരുന്ന് സ്വയം അവരെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന വാദങ്ങളൊന്നും ഈ ജഡ്ജ്മെന്റ് ഒന്നും മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകും. ഈ കേസ് ഒരിക്കലും ബിഷപ്പ് ഫ്രാങ്കോ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. അത്ര വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. ഇത് തികച്ചും കൃത്രിമമായി സൃഷ്ടിച്ച ഒരു കേസാണ് എന്ന് ഏത് ഹയർ കോടതിക്കും ബോധ്യപ്പെടുന്നതാണ്. ശരി, അങ്ങനെയെങ്കിൽ അടക്ക രാജുവിനെ കൊണ്ടുവന്ന പോലെ ഒരു അടക്ക വേലായുധനെയോ അല്ലെങ്കിൽ അടക്ക മൊയ്തീനെയോ തേങ്ങാ മൊയ്തീനെയോ ഒക്കെ കൊണ്ടുവന്നാൽ വേണമെങ്കിൽ കേസ് മാറിക്കൂടെ? അങ്ങനെയാണല്ലോ അഭയ കേസ് സംഭവിച്ചത്. ഏത് ഘട്ടത്തിലാണ് അഭയ കേസിന്റെ ഗതി മാറിയത് നമുക്കറിയാമല്ലോ. അഭയ കേസ് വിധി വരുന്നതിന് മുമ്പാണ് അത് ചെയ്തത്. പക്ഷെ ഇവിടെ ഇനി പുതിയ എവിഡൻസ് ഒന്നും പുതിയ കഥകൾ ഉണ്ടാക്കണം അല്ലെ? പുതിയ കഥകൾ, പുതിയ സാക്ഷികളെ കൊണ്ടുവരാൻ ഇനി പറ്റുകയില്ല.
യെസ്, അപ്പോൾ കെട്ടിച്ചമച്ച കഥയുടെ ഒരു 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 അന്ത്യം അങ്ങനെയാണോ അങ്ങ് ഈ വിധി ഒറ്റവാക്കിൽ വിലയിരുത്തുക? തീർച്ചയായിട്ടും ഞങ്ങൾ വക്കീലന്മാർ ഇതുപോലെ ഈ കേസുകള് പലപ്പോഴും, അതായത് ഇപ്പൊ ഫാമിലി കോർട്ടിലായാലും ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളൊക്കെ ഇന്ന് വളരെയധികം ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇവിടെ. ഇപ്പൊ ഫാമിലി കോർട്ടില് ഒരു കക്ഷി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡൈവോഴ്സ് വേണം. ആ ഡൈവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ അതിന് ഗ്രൗണ്ട് വേണം. അപ്പൊ ഞങ്ങൾ പറയും ഇതിന് ഗ്രൗണ്ട് വേണം. നിങ്ങൾ ക്രൂവൽറ്റി അത് തെളിയിക്കണമെങ്കിൽ നിങ്ങളെ കൊല്ലാൻ വന്നു, നിങ്ങളെ അടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്ന് ഞങ്ങൾ വക്കീൽമാർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരതിന് സമ്മതമാണ് എങ്കിൽ കേസ് എടുക്കും. കാരണം എന്നാലേ ഡിവോഴ്സ് കിട്ടുള്ളൂ. അതുപോലെ ഈ പറയുന്ന റേപ്പ് തെളിയണമെങ്കിൽ സമീപനാളിൽ ഇത്തരത്തിലുള്ള ബാലപീഡന കേസുകളിൽ പോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി റിവീലുകൾ ഉണ്ടായി. കാരണം അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ, അച്ഛനെതിരെ ആരോപണങ്ങൾ, അതൊക്കെ പിന്നീട് ഫേക്ക് ആണെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കേസുകളും കള്ള കേസുകളാണ്. ഫാമിലി കോർട്ടിലും പോക്സോ കോടതിയിലും ഇതുപോലെ വരുന്ന പീഡന കേസുകളൊക്കെ പലപ്പോഴും ഈ കെട്ടിച്ചമച്ച കഥകളാണ്. അത് ഏറ്റു പറയാൻ ഇന്ന് കക്ഷികൾക്ക് പലർക്കും ഒരു മടിയും ഇല്ല. ആ വിധിന്ന് വ്യക്തമാണിത്. ശരി നിതിൻ, എല്ലാ കേസുകളും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. വിധി എഴുതുകയും ചെയ്യരുത്. ഇവിടെ ഉപദ്രവിക്കപ്പെടുന്ന നിസ്സഹായരായ ഒരുപാട് സ്ത്രീകളുള്ള രാജ്യമാണിത്. അവരെ പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ടീച്ചർ ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? നിയമത്തിന്റെ വഴിക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഉദ്ദേശത്തോടെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. അത് ദുരുപയോഗപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ ഇതിലൊരു റിവ്യൂവിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇതിനൊരു അറുതി ഉണ്ടാകണ്ടേ? അതിനൊരു അറുതി കൂടി ഉണ്ടാകണ്ടേ? തീർച്ചയായിട്ടും യഥാർത്ഥ പരാതികൾ അംഗീകരിക്കപ്പെടുകയും അതിൽ കടുത്ത ശിക്ഷ നേടിയെടുക്കപ്പെടുകയും ചെയ്യണം. പക്ഷേ അല്ലാത്ത പരാതികളെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ കണ്ടത് ഇതൊരു എക്സാമ്പിൾ അല്ലേ? അങ്ങനെ ഫിൽറ്റർ ചെയ്യപ്പെട്ട ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പക്ഷേ 3.5 വർഷം ഒരു വ്യക്തി അപമാനിക്കപ്പെട്ടതിന് കണക്കുണ്ടോ? അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ നിയമം, ഇപ്പൊ ഉള്ള നിയമം അനുസരിച്ചല്ലേ നിതിൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇനി വേണം, ചിലപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം ഈ നിയമം തന്നെ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ച് റിഫൈൻഡ് ആയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിനും ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ ഒരുപാട് ആരോപിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലും എങ്ങനെ വേണം എന്നുള്ളത് നിയമവിദഗ്ധരും നമ്മുടെ ഭരണകൂടവും പാർലമെന്റും നിയമജ്ഞരും എല്ലാം തീരുമാനിക്കുമെന്ന് ആശയോടെ കാത്തിരിക്കാം. പക്ഷെ തൽക്കാലം ഇപ്പൊ ഉള്ള നിയമം അനുസരിച്ചല്ലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതിന്റെ ഒരു ദുർവിധിയാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ എല്ലാ കേസുകളും ഫേക്ക് ആണെന്നും ഇവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നും ഉപദ്രവിക്കപ്പെടുന്നില്ല എന്നും ദയവായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഏറ്റവും സുന്ദരമായിട്ടുള്ള ചിന്ത കൂടിയാണ് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നത്. സ്ത്രീകളുടെ തുല്യത അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളുടെയുള്ള പോരാട്ടങ്ങളൊക്കെ ആയിട്ട് സമൂഹം മുമ്പിൽ പോകുമ്പോഴും വ്യാജ പരാതികൾ തിരിച്ചറിയാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണമെന്നും ഡോക്ടർ മേരി റെജീന പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫിൽറ്ററിംഗ് ആയിരുന്നു ഈ ബിഷപ്പ് ഫ്രാങ്കോ കേസിലും ഉണ്ടായതും. ആ ഘട്ടത്തിലാണ് കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിടുന്ന അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും എന്നാണ് മനസ്സിലാക്കുന്നത്. കന്യാസ്ത്രീകളുടെ സമരം അല്ലെങ്കിൽ വഞ്ചി സ്കോറിൽ നടന്ന സമരത്തിന്റെ അണിയറ കഥകളിലേക്കുള്ള സഞ്ചാരമായിരുന്നു ഷെക്കേന ബിഗ് ഡിബേറ്റ്. ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നു. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുമ്പോൾ നമ്മുടെ സമൂഹ നിർമ്മിതിയിൽ എങ്ങനെയാണ് തീവ്ര ശക്തികൾ ഇടപെടുന്നതെന്നും അത് ജഡ്ജി ആയിക്കോട്ടെ, മാധ്യമങ്ങളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ചില പ്രത്യേക വ്യക്തികളായിക്കോട്ടെ, ഇവരുടെ ഇടപെടലുകളിലൊക്കെ ഒരു ജാഗ്രത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ കനത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ ജാഗ്രതയ്ക്കുള്ള ആഹ്വാനം നിർത്തിക്കൊണ്ട് ഷെക്കേന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഫാദർ എബ്രാഹിം ഇർബിനിക്കൽ, അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, ഡോക്ടർ മേരി റെജീന, ശ്രീ ആന്റണി സച്ചിൻ, 4 പേർക്കും നന്ദി.